സാറേ, ഈ കെ സുരേന്ദ്രൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവനയുണ്ട്. ആലപ്പുഴയിൽ ജി സുധാകരനെ CPM ഒരാഴ്ചയ്ക്കകം പുറത്താക്കും. അപ്പോൾ പുറത്താക്കപ്പെടുന്നവരെ അവർ തെറ്റ് ചെയ്യാത്തവരാണ്. അപ്പോൾ ആ തെറ്റ് ചെയ്യാത്തവരെ പുറത്താക്കുകയാണെങ്കിൽ അവരെ BJP ഇരു കൈയും നീട്ടി സ്വീകരിക്കും. അപ്പോൾ ഈ ജി സുധാകരനെയും BJP സ്വീകരിക്കുമെന്നാണോ അദ്ദേഹം പറഞ്ഞതിൻ്റെ ധ്വനി? തെറ്റ് ചെയ്തവരും BJP സ്വീകരിക്കുകയൊക്കെ ചെയ്യും. ഉത്തരേന്ത്യയിൽ UP-യിലൊക്കെ ഇഷ്ടംപോലെ തെറ്റ് ചെയ്തവരെ സ്വീകരിച്ചിട്ടുണ്ട്, തെറ്റ് ചെയ്തവരെ നിലനിർത്തിയിട്ടുണ്ട്. മറ്റേ ഈ വിഷയം ഉണ്ടല്ലോ, ഗുസ്തി താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. കേരളത്തിൽ നിന്ന് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് BJP-യിലെടുത്ത ചില ആളുകളെ നോക്കി ട്രാക്കൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അതങ്ങനെ പ്രശ്നമൊന്നുമില്ല രാഷ്ട്രീയത്തിൽ. അത് അന്നപ്പോൾ അടുത്ത ദിവസം തൊട്ട് അവർ നല്ല ആളുകളായി മാറും. അത് മറ്റേ പാർട്ടിയുടെ കുഴപ്പമാണ്. പണ്ടേ നേതാവ് വന്നില്ലേ, ഞാൻ ആ പാർട്ടിയിലായതുകൊണ്ടാണ്, ലീഗിലായപ്പം കിട്ടിയ പ്രശ്നങ്ങളാണ്, അല്ല CPM-ലായപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുപോലെയാണ് ശരി. അപ്പം ഇതിൽ നാളെ പുറത്താക്കുക മറ്റന്നാൾ പുറത്താക്കുക എന്നുള്ളതല്ലേ. ഗോവിന്ദ മാഷ് ഇന്നൊരു പ്രസ്താവന നടത്തിയതായി കണ്ടു. അതായത് എന്ത് വില കൊടുത്തും ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. പ്രസ്താവനയാണോ നിങ്ങൾ പത്തക്കാർ ഇന്നലത്തെ കോഴിക്കോട് ഇല്ലാത്ത പൈസേൻ്റെ കേസ് കൊണ്ടുവന്ന പോലെയാണോ എന്നൊന്നും എനിക്കറിയില്ല. അതിന് ന്യൂസ് എവിടെ കണ്ടു. അങ്ങനെ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ മാഷ് ആലോചിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സുധാകരനൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം കണ്ണൂർ അവിടെ ആലപ്പുഴയുള്ള വിഭാഗീയതയുടെ ഒരു തരം മതമാണ് കുറച്ചു കാലമായി തുടങ്ങി. കുട്ടനാട് ആലപ്പുഴയൊക്കെ തന്നെ ഇപ്പം മുസ്ലിംസ് SDPI പാർട്ടി നുഴഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് സഖാക്കൾ നല്ലൊരു പങ്ക് അസംതൃപ്തരാവുകയും അവർ പാർട്ടിക്കെതിരെ ഓപ്പണായി പ്രതികരിക്കുകയും ചെയ്തു. കുട്ടനാട്ടിൽ പോയവരെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കുറച്ചാളുകൾ CPI പോയി. അങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഒരു സാധാരണ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെയാണ് സുധാകരൻ ഇപ്പോൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, മറ്റ് സ്ഥാനങ്ങളൊന്നുമില്ല. ഞങ്ങൾ സുധാകരൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പം പിന്നെ പ്രായമായല്ലോ. ആ സമയത്താണ് സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ചില ഇൻ്റർവ്യൂസ് ഉണ്ടാകുന്നത്. ആ ഇൻ്റർവ്യൂസ് പൊതുവെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് രുചിക്കുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞത്. അതിൽ പലതിലും അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആലപ്പുഴ മാത്രമല്ല, ഓൾ കേരള അടിസ്ഥാനത്തിൽ പാർട്ടിയിലെ ഹിന്ദു സഖാക്കളുടെ ഇടയിൽ ഒരു 50% ഒരു കൺഫ്യൂഷൻ സുധാകരൻ പറയുന്നുണ്ട്. സുധാകരൻ ഈ ജയരാജനെ കൊണ്ട് പറയുന്നത് സുധാകരൻ്റെ ഇമേജ് ഉണ്ട്, ഇസ് നോട്ട് കറപ്റ്റഡ്. പറയുന്നത് കുറച്ച് പിന്നെ ഈ പറയുന്ന സംസാരത്തിൽ കുറച്ച് താൻപോരിമ അഹങ്കാരമൊക്കെ ഫീൽ ചെയ്യുമ്പോൾ കറപ്റ്റഡ് അല്ലാന്ന്, എഫിഷ്യൻ്റ് ആണെന്നും, കൊള്ളാവുന്ന അയാളെ രക്തസാക്ഷിയുടെ കുടുംബം കൂടിയാണ്, കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ ഒരു ഫീല് പുറത്ത് കൊടുത്തിട്ടുള്ള ആളാണ് സുധാകരൻ. അപ്പം അത് കണ്ട് സുധാകരൻ പറയുമ്പോൾ ആധികാരികത കൂടും. അപ്പോൾ ഇതിൻ്റെ ഒരു മൂലകേന്ദ്രമായി ഇപ്പോൾ സുധാകരൻ മാറിയിട്ടുണ്ട്. അദ്ദേഹം പല പ്രസ്താവനകളും അദ്ദേഹം അങ്ങനെ നല്ല ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ സുധാകരൻ ഇനിയും പാർട്ടിയിൽ തുടരുകയാണെങ്കിൽ അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നൊരു ചിന്ത ഒരുപക്ഷെ പാർട്ടി ലീഡർഷിപ്പിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ കുറച്ചു കാലത്തേക്ക് മെമ്പർഷിപ്പിൽ സസ്പെൻഡ് ചെയ്യാനോ ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തിയ അല്ലെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകൾക്കെതിരെ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഏരിയ കമ്മിറ്റി മെമ്പർ മറ്റോ ആയ ചേർത്തലയിൽ പ്രസാദിനെതിരെ മത്സരിച്ചു. പ്രസാദ് ചെറിയ വോട്ടിനാണ് അവിടെ ജയിച്ചത്. ലോകത്തമ്മ ഹ്യൂജ് മെജോറിറ്റിക്ക് ജയിക്കുന്ന സ്ഥലത്ത് പ്രസാദ് ചെറിയ വോട്ടിനാണ് അവിടെ ജയിച്ചത്. അപ്പം അതിന് പിന്നിൽ ഈ പറയുന്നതിന് അതിൻ്റെ അവിടെ BDJS പോയിട്ടുള്ള ഈ ഒരു CPM നേതാവിൻ്റെ ഒരു ഫാക്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ആലപ്പുഴ ഒരു പ്രശ്നം, ഈ കണ്ണൂർ കഴിഞ്ഞ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആലപ്പുഴ. കൊല്ലത്താണ് കൂടുതൽ സീറ്റ് കിട്ടുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ കൊല്ലത്താണ് പ്രഭാവം കൂടുതലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയെ കണ്ടു. പക്ഷേ കൊല്ലത്തിനൊന്നും ആ ഒരു ആലപ്പുഴയുടെ സ്റ്റാറ്റസിലേക്ക് വന്നിട്ടില്ല. അത് പുന്നപ്പ ഉള്ളതുകൊണ്ട് തന്നെ, ഇവൻ കണ്ണൂരിനെക്കാട്ടും പുന്നപ്പ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. അപ്പം ആലപ്പുഴ പിടിക്കുക എന്നുള്ളത് CPM-നെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പാർട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ്. ആലപ്പുഴയും കണ്ണൂരും പിടിക്കുന്നുണ്ട്. ആലപ്പുഴയും കണ്ണൂരും പിടിച്ചാൽ സ്വാഭാവികമായിട്ട് മറ്റു തലകൾ, ഇത് ഇരുതല മൂരിയാണല്ലോ, 2 തല, ഒന്ന് കണ്ണൂരും ഒന്ന് ആലപ്പുഴയാണ്. ഈ 2 തല അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ ഇതിനെ കൊല്ലാൻ വളരെ എളുപ്പമാണ് എന്നാണ് പാർട്ടി ശത്രുക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ രീതിയിലൊരു ശക്തമായ നിലപാടെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ അതിൻ്റെ റിപ്ലിക്കേഷൻ എന്തായിരിക്കും സാധ്യതയുണ്ട്. നമുക്കിപ്പം ഇനിയിപ്പോൾ പാർട്ടി ആലോചിച്ചിട്ട് റിപ്ലിക്കേഷൻ ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ വേണ്ടാന്ന് വെക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി അദ്ദേഹം മെമ്പർഷിപ്പിൽ മാത്രമല്ലേ ഉള്ളൂ, എന്തെങ്കിലും പറഞ്ഞോട്ടെ വിചാരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJPക്ക് അവിടെ ഗുണം ചെയ്യും. കാരണം പിന്നെ സുധാകരൻ ചിലതൊക്കെ വെട്ടിത്തോന്നു മതി. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയ പാർട്ടി നേതാവ് അല്ലെങ്കിൽ പോലും പല രാഷ്ട്രീയ നേതാക്കന്മാരെ പരിചയമുള്ള ആളെന്ന രീതിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഞാനത് പറയില്ലല്ലോ, എന്തുകൊണ്ടാണ് പറയാത്തത്? അത് അവരുടെ ഒരു ഔദാര്യം കൊണ്ടാണ് ഞാനിതൊക്കെ അറിഞ്ഞത്. അവരെന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി കണ്ട് ആ പാർട്ടിയിൽ
അവരുടെ കൂടെ പ്രവർത്തിക്കാൻ അവസരം നൽകിക്കൊണ്ടാണ് എനിക്ക് സാധിക്കുന്നത്. അത് അവർ നമ്മൾ ശത്രുക്കളായ പോലും ആ രഹസ്യങ്ങൾ തോന്നുന്നത് അത് എൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ എല്ലാവരും കാണിക്കണമെന്നില്ല. ഇല്ല, അവരുടെ സമയം രാഷ്ട്രീയം അവരുടെ അന്നാണ്. അപ്പോൾ മുമ്പുള്ള പാർട്ടീനെ പറ്റി കുറ്റം പറഞ്ഞാലാണ് എന്തെങ്കിലും സാധനം കിട്ടിയെങ്കിൽ അവരത് പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് വെളിപ്പെടുത്തൽ വരാൻ സാധ്യതയുണ്ട് ആലപ്പുഴയിൽ അങ്ങനെ പല വെളിപ്പെടുത്തലും വന്നാൽ പല ആളുകൾ അകത്തു പോകും. ആലപ്പുഴ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ കണ്ണൂർ പോലെ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകം നടന്ന സ്ഥലമാണ് ആലപ്പുഴ. ഇപ്പോൾ അടുത്തൊരു വെളിപ്പെടുത്തൽ നടക്കുന്നത് കോൺഗ്രസ് നേതാവിനെ കൊന്ന ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് കൊന്ന കേസ്. അതും ഇപ്പോൾ ഓരോ വെളിപ്പെടുത്തൽ അല്ലാതെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് കായംകുളം ആ മേഖലയിലൊക്കെ. അപ്പം പുറത്താക്കി കഴിഞ്ഞാൽ പുറത്താക്കപ്പെടുന്നവരുണ്ടാക്കുന്ന ഒരു ഭീഷണി വളരെ വലുതാണ്. അപ്പം സുധാകരനെ പോലുള്ള ആളൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ അത് പാർട്ടി പ്രിപ്പയർഡ് ആയിരിക്കണം അതിന് റിപ്പക്കേഷൻസ്. BJP യെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഗുണമാണ്. BJP സംബന്ധിച്ച് മുസ്ലിം വോട്ട് അവർ നോക്കുന്നേ ഇല്ല. മാത്രമല്ല അതൊരു മുസ്ലിം പീഡനം എന്നുള്ള ഒരു ടോക്ക് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണമാണ്. അപ്പോൾ സുധാകരനെ പോലെ ഒരാൾ ഇങ്ങനെ സത്യം പറഞ്ഞതുകൊണ്ട് പുറത്താക്കപ്പെട്ടെന്നൊരു ഫീൽ ഉണ്ടായി കഴിഞ്ഞാൽ കാര്യങ്ങൾ ആലപ്പുഴയിൽ BJPക്ക് ഗുണം ചെയ്യും. മറ്റേ സുധാകരൻ പറഞ്ഞല്ലോ അമ്പലപ്പുഴയെ പറ്റാൻ നിർത്തി സ്ഥാനാർത്ഥി ചിലപ്പോൾ ജയിക്കുകയും ചെയ്യും. പേഴ്സണൽ വോട്ടുണ്ട്. അമ്പലപ്പുഴ ശക്തമായ മുസ്ലിം സാന്നിധ്യമുണ്ട്. പക്ഷെ ഹിന്ദു വോട്ടൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്താൽ മതിയല്ലോ. അവിടെ ഈ സത്യത്തിൽ ഈ പറയുന്നതിൻ്റെ മതി BJPയും ശക്തമായ വോട്ട് പിടിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസ് കൂടി തോൽക്കുന്നത്. സുധാകരന് മത്സരിച്ച സമയത്ത് കിട്ടിയ ഭൂരിപക്ഷം ഈ സലീമിന് കിട്ടിയിട്ടില്ല. അതിനെതിരെ അതേപറ്റിയാണ് അന്വേഷിച്ചപ്പോൾ സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ സുധാകരൻ തന്നെ പറഞ്ഞത്. റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഏതാ അന്വേഷണം നടന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പം സുധാകരൻ അവിടെ കുറച്ച് വോട്ടുണ്ടെന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുധാകരൻ അങ്ങനെ BJP പോകുമോ എന്നുള്ളൊരു സുധാകരൻ BJP പോകുക മത്സരിക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. ഇപ്പൊ സുധാകരൻ ആക്ഷൻ എടുത്താൽ തന്നെ BJPക്ക് അത് ഗുണമാണ്. ഇനി സുധാകരൻ മത്സരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മറ്റൊരു പ്രായമായിരുന്നു സുധാകരന്. ഇപ്പൊ സുധാകരൻ ഇനിയിപ്പം പുറത്തായി BJPയുടെ ഒരു MLA ആവാം, അല്ലെ മന്ത്രിയാവാം. ഇനി മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും സുധാകരൻ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ പറ്റി ആളുകളുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ട്. ഇപ്പൊ TP ചന്ദ്രശേഖരന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം TP ചന്ദ്രശേഖരൻ പാർട്ടിയിൽ നിന്ന് പുറത്തായെങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും UDFന്റെ ഭാഗമായി മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കരുത്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ അവസാന നിമിഷം വരെ നിന്നു എന്നുള്ളതാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇവർ ഈ കോൺഗ്രസിന്റെ കൂടെ കൂടി മത്സരിച്ചത്. അന്ന് TP മത്സരിച്ചത് TP MP ആണ്. TPനെ കൊല്ലാനും പറ്റില്ല. MPനെ കൊല്ലാൻ ചിത്രമാകുമല്ലോ. അതുപോലെ BS അച്യുതാനന്ദൻ ഉത്തരവാദിത്ത പ്രശ്നങ്ങളെ പാർട്ടി വിടാത്തതുകൊണ്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റിനെ മരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട് ഇപ്പോഴത്തെ കേരളത്തിൽ. 10 വർഷം കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് നോക്കി ഇപ്പോഴത്തെ കേരളത്തിൽ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു പ്രായമൊക്കെ. അപ്പം ഈ പറഞ്ഞത് പാർട്ടി പുറത്താക്കിയ പാർട്ടിയുടെ പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷെ BJPയുടെ ഗുണം ഞാനില്ല എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം ഉറച്ചു വെക്കുകയാണെങ്കിൽ അദ്ദേഹം വലിയ ഐക്കണായി മാറും. അതിനാണ് സാധ്യത കൂടുതൽ. പക്ഷേ അവിടെ ഈ പാർട്ടിക്കെതിരായിട്ട് അല്ലെങ്കിൽ തെറ്റ് തിരുത്തണം എന്നാവശ്യപ്പെട്ടവരെയാണ് CPM പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അപ്പം തെറ്റ് തിരുത്തി അത് തിരികെ വരാൻ പാർട്ടി സഖാക്കൾക്ക് കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. തെറ്റ് തിരുത്തുമോ എന്നുള്ളത്. ഈ തെറ്റ് ആര് തിരുത്തും അല്ലെങ്കിൽ ആരെ കൊണ്ട് തിരുത്തിക്കും ഇതൊക്കെയുള്ള എന്ത് തെറ്റാണ് പാർട്ടി ചെയ്തത്? അത് നിങ്ങൾ തിരുത്തണമെങ്കിൽ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റാ പാർട്ടി ചെയ്തിട്ടുള്ളൂ? ഇവരൊക്കെ പറഞ്ഞു വെച്ചാൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം. അല്ല, ഇത്രയും കനത്ത തോൽവി വന്നു എന്നുള്ളത് പഠിക്കണ്ടേ? അതൊരു പഠിച്ചിട്ടുണ്ടല്ലോ. അതെന്ന് വെച്ചാൽ തെറ്റ് അല്ല, പാർട്ടി പഠിച്ചുള്ള പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഞാൻ മനസ്സിലാക്കിയിട്ട് വന്നിട്ടുള്ള നിഗമനം ഇതാണ്. വൻതോതിൽ UDFന് അനുകൂലമായി കൺസോൾട്ടേഷൻ ഉണ്ടായി. അത് പാർട്ടി പ്രവർത്തകരുടെ വോട്ടും അങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ടു. അതിന് കാരണം അഖിലേന്ത്യാ തലത്തിൽ മത്സരം നടക്കുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ്. അഖിലേന്ത്യാ തലത്തിലുള്ള ഇലക്ഷനാണ്, മോഡിക്കെതിരെയുള്ള ഇലക്ഷനാണ്. അതുകൊണ്ട് CPM അവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താണ് വേണ്ടതെന്നുള്ള തോന്നുന്നത് വിവിധ ജനവിഭാഗങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ തകർച്ച നേരിട്ടത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇത്തരം തകർച്ചകൾ നേരിട്ടിരുന്നു. അത് അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഒരുപാട് കാരണങ്ങൾ വേണ്ടായിരുന്നു. എങ്കിൽ തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി തുടർഭരണം നേടിയത്. അതുകൊണ്ട് ഇത് വലിയ ഒരു മുന്നറിയിപ്പൊന്നായി കരുതേണ്ടതില്ല എന്നുള്ള നിലപാടാണ് പാർട്ടിക്ക്. അല്ല, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം പാർട്ടിയെ തിരുത്താൻ തയ്യാറായി എന്നുള്ളതാണ്. വീടുകൾ കയറി ഇറങ്ങി, അതുപോലെ വീടുകൾ ഇറങ്ങി ആളുകളെ കാണുന്നു. ശബരിമല ആ ഇഷ്യൂവിൽ പാർട്ടി എടുത്ത സമയം കൊടുക്കുക. അവർ കയറി ഇറങ്ങട്ടെ, അവർ തീരുമാനമായിരിക്കും എടുത്തത്. പക്ഷേ ഞാൻ കാര്യം പോകുന്നത് വീട്ടിൽ കയറി ഇറങ്ങിയെന്ന് ആളുകൾ വിശ്വസിക്കുന്നില്ല. ശബരിമല കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നുള്ളത് പെട്ടെന്ന് കോവിഡൊക്കെ വന്നു. കോവിഡൊക്കെ വന്ന സമയത്ത് ഗവൺമെൻറ് നന്നായി ആക്ട് ചെയ്തു.
ആക്ട് ചെയ്ത ആളുകൾക്കല്ല, മലയാളി നമ്മൾ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. കുടുംബത്തിൽ 1-2 ആളുകൾ ഗൾഫിൽ പോയി കഷ്ടപ്പെടും, ആ മണി ഓണർ ഇവിടെ ജീവിക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷൻ കൊടുക്കും, അതുകൊണ്ട് ജീവിക്കുക. പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. കോവിഡ് സമയത്ത് പ്രത്യേക പണിയൊന്നും എടുക്കാതെ ടി വിയും കണ്ട് സീരിയലും കണ്ട് സ്ത്രീ ജന്മം പുണ്യ ജന്മം എന്ന് പറഞ്ഞ സീരിയലൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇല്ലാന്ന്, ഇപ്പോൾ ഏതാ ഉള്ളത്? ആ സമയത്ത് ഉണ്ടായിരുന്ന സീരിയല് കുടുംബവിളക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബവിളക്കൊക്കെ കണ്ടിങ്ങനെ സൊസൈറ്റി ഇരിക്കുക, പിന്നെ അപ്പം വേണമെങ്കിൽ അത്യാവശ്യം ചിക്കനൊക്കെ ഇടയ്ക്ക് മേടിക്കുക. പിന്നെ ഈ ചേട്ടന്മാർക്ക് വെള്ളം അടിക്കാൻ 2000 രൂപ പെൻഷൻ അതും ഇതൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ആളുകൾ പൊതുവെ ഹാപ്പി ആയിരുന്നു. കോവിഡ് മഹാമാരി വന്നിട്ട് കേരളത്തിലെ ആളുകൾ ഇവിടെ ഹാപ്പി ആയിരുന്നു. അപ്പം അത് ഗവൺമെൻറ്റിൻ്റെ നല്ല പെർഫോമൻസ് ആണെന്നാണ് ജനം മനസ്സിലാക്കിയത്. അതിന് കിട്ടിയ വോട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സുകാർക്ക് സമയം കിട്ടിയില്ല. കാരണം അമ്മ അതിൽ അടിയായി പോയി. ഇവർ എല്ലാവരും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് പഞ്ചായത്ത് ഇലക്ഷൻ അടി കിട്ടിയത്. പിന്നെ ഇവർക്കൊന്ന് സജ്ജരാകാനുള്ള സമയം കിട്ടിയില്ല. അപ്പം മാത്രമല്ല ആ സമയത്ത് തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗുഡ്വിൽ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള വിഷയങ്ങൾ ആരെങ്കിലും എന്തൊക്കെ കടത്തിക്കട നമുക്കെന്താ നാട്ടുകാരെ ചിന്തിച്ചു, നമുക്ക് കാര്യം നടക്കുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ജയിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആളുകളിപ്പോൾ ചിന്തിക്കുകയാണ്, ഈ കോൺഗ്രസ്സുകാർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി ഒരു ഭരണം നടക്കില്ല എന്നുള്ള ഫീൽ വന്നാൽ എന്ത് ചെയ്യും? മാത്രമല്ല BJP ഇവിടെ കുറച്ച് വോട്ട് പോകാൻ പിടിക്കുന്നുണ്ട്. 2 മുന്നണിയിൽ അവർ പിടിക്കുന്നുണ്ട്. അപ്പം BJP വോട്ട് പിടിക്കാൻ BJP ഒരു 10 സീറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ മൊത്തം തരികിടാവുമെന്ന് വെച്ചാൽ ആളുകൾക്ക് പിന്നെ BJPക്ക് വോട്ട് ചെയ്യാന്നുള്ള ഫീല് വന്നു കഴിഞ്ഞാൽ ഈ 10 സീറ്റ് മാത്രമല്ല പല സ്ഥലത്തും അവർ രണ്ടാമത് എത്തും. അപ്പോൾ നിയമസഭയിൽ ഇതിൻ്റെ ഇമ്പാക്ട് 10 സീറ്റ് മാത്രം BJPക്ക് കിട്ടി കഴിഞ്ഞാൽ തൂക്ക് മന്ത്രിസഭ മാണി കോൺഗ്രസ് ഒക്കെ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. BJP നമ്മൾക്ക് 10 കിട്ടിയാലും മതി, അവർ ചിലപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇപ്പോൾ സാധ്യത ബുദ്ധിമുട്ടായിരിക്കും. കാരണം മാണി അങ്ങനെയുള്ള പാർട്ടികളെ കിട്ടുള്ളൂ, അല്ലാതെ വലിയ പാർട്ടികളും കിട്ടില്ല. അവർ അടുത്ത ഇലക്ഷൻ പെട്ടെന്നാക്കും. ഇവിടെ ഒരു അസന്തുലിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ, അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ കോള് വരും. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നേരത്തെ ആക്കും. അപ്പം BJP ജയിക്കുമെന്ന് ഫീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മുന്നണിയിൽ നിന്ന് വൻതോതിൽ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും? BJPക്ക് വോട്ട് ചെയ്യും. അപ്പോൾ ശക്തമായ ത്രികോണാത്സവം നടക്കുമ്പോൾ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ BJP അധികാരത്തിൽ വരും. സുരേഷ് ഗോപിനെ പോലെ ആൾ മുഖ്യമന്ത്രി സ്ഥാനത്ത്, അതായത് സുരേഷ് ഗോപി കുറച്ച് ഡെലിവറി ചെയ്താലും മതി. അതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം എന്തായാലും നമുക്കത് ഇനി ഒരാഴ്ച കഴിഞ്ഞ് സുധാകരനെ പുറത്താക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ബാക്കി ചർച്ചകളിലേക്ക് നമുക്ക് പോവാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.